ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സൈഡ് ഈ വർക്കിന്റെ ഈ സൈഡിലെ പൈപ്പ് ഉറപ്പിക്കുന്നതും അവിടെ സൈഡിൽ ഉറപ്പിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 സൈഡ് ഈ വർക്കിന്റെ 3 സൈഡും നമ്മൾ പൈപ്പ് ഉറപ്പിച്ചു, നമ്മൾ സൈഡിൽ ഉറപ്പിച്ചു. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ ജംഗ്ഷൻ ഈ ടീ വെച്ചിട്ട് നമ്മുടെ ജംഗ്ഷൻ അവിടെ ഉറപ്പിക്കും. അപ്പൊ ഇത് മുഴുവനും താൽക്കാലികമായാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി കാരണം ഇതിന് ഇനിയും കൂടുതൽ വർക്കുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ താൽക്കാലികമായി ഇതിനെ ഉറപ്പിച്ചു. ആ വർക്കിന്റെ ഒരു ഫിനിഷിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താൽക്കാലികമായി ഉറപ്പിച്ചു വെച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൈപ്പ് ഫിക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഏകദേശം അത് പൈപ്പ് ഫിക്സിങ്ങിൻ്റെ ആ ജോബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഡയമെൻഷൻസ് എല്ലാം കറക്റ്റാണ്. ഇവിടുത്തെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി തന്നെയാണ്. അതൊക്കെ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. 90 ഡിഗ്രി ആംഗിള് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് നോക്കുക. ഇനി നമ്മളിവിടെ റൗണ്ട് ബ്ലോക്ക് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ റൗണ്ട് ബ്ലോക്കിന്റെ സെന്റർ വരെയുള്ള അകലം എന്ന് പറയുന്നത് നമുക്ക് 20 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ബോക്സ് ഫിറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ബ്ലോക്ക് ഫിക്സ് ചെയ്യുക, അതിനുശേഷം ബോക്സ് ഫിക്സ് ചെയ്യും. അതാണ് ഇനി ചെയ്യാൻ. അപ്പോൾ റൗണ്ട് ബ്ലോക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ട് ബ്ലോക്കിന്റെ സെന്ററിൽ കാണുന്ന ഒരു സ്ക്രൂ ഹോളുണ്ട്. ആ സ്ക്രൂ ഹോളുണ്ട്, 2 വയർ ഹോളുകളുണ്ട്. പിന്നെ നമുക്ക് ഹോൾഡേഴ്സ് ഉറപ്പിക്കാനുള്ള 2 ഹോൾഡറിന്റെ സ്ക്രൂ ഹോളുണ്ട്. അപ്പോൾ ഈ സെന്റർ സ്ക്രൂ ഹോളിൽ കൂടെ നമ്മുടെ ഈ സ്ക്രൂ ഇന്നലെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു വലിയ സ്ക്രൂ ആണ്. ഇതിന് 2 പാർട്ടുണ്ട്. ഒന്ന് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്, അതിന്റെ ഫേസ് എന്ന് പറയുന്ന ഈ പാർട്ട്, പിന്നീട് അതിന്റെ ടൈൽ എന്ന് പറയുന്ന നമ്മുടെ ഈ പാർട്ട്. അപ്പോൾ ഇതിന്റെ ഈ ടൈലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 34 mm ആണ്. 34 mm. ഫേസ് എന്ന് പറയുന്നത് 6 mm. ഇതിന്റെ ഡയമീറ്റർ 6 mm ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 34 mm. ഇതാണ് നമ്മൾ റൗണ്ട് ബ്ലോക്ക് ഉപയോഗിക്കാനുള്ള സ്ക്രൂ എന്ന് പറയുന്നത്. റൗണ്ട് ബ്ലോക്ക് ഇതാണ്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് റിക്വയർഡിൽ നമ്മൾ അടുത്ത് എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈപ്പ് എഴുതി, ക്ലിപ്പിന്റെ സ്ക്രൂ വരെ എഴുതി നിർത്തിയേക്കാം. അപ്പോൾ ഇനി നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ബ്ലോക്ക്, PVC റൗണ്ട് ബ്ലോക്ക് 75 mm × 25 mm PVC റൗണ്ട് ബ്ലോക്ക്. അത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 അതാണ് അടുത്ത് എഴുതേണ്ടത്. തൊട്ട് താഴെ അത് ഉറപ്പിക്കുന്നതിന് ആവശ്യമായ സ്ക്രൂ 6 mm × 34 mm സ്റ്റീൽ സ്ക്രൂ ആണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 എണ്ണമാണ്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ ഈ സ്ക്രൂ ഹോളിലേക്ക് ഇങ്ങനെ, ഇതാണ് സ്ക്രൂ ഹോൾ, ഇതിന്റെ ഇന്നർ പാർട്ടാണ് റൗണ്ട് ബ്ലോക്കിന്റെ. അപ്പോൾ അതിനകത്തേക്ക് നമ്മളിങ്ങനെ ഇൻസർട്ട് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ അതിന് വേണ്ടിയിട്ടൊരു പോക്കറിങ് നമ്മൾ ആ റൗണ്ട് ബ്ലോക്ക് ഫിക്സ് ചെയ്ത സ്ഥലത്ത് ഇവിടെ വെച്ചിട്ട് ഈ പോയിന്റ് വെച്ചിട്ട് നമ്മളവിടെ നിന്ന് പോക്കർ ചെയ്തതിനു ശേഷം ഈ സ്ക്രൂവെ നമ്മൾ ഉറപ്പിച്ച് കറക്റ്റ് ഉറപ്പിക്കാനായിട്ട് ഇനി നമുക്ക് പുതിയൊരു റൗണ്ട് ബ്ലോക്ക്, ഇതിപ്പോ യൂസ് ചെയ്ത റൗണ്ട് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ആ ഒരു പൈപ്പ് ഉറപ്പിക്കാനായിട്ട് ഒരു പ്രൊവിഷൻ നമ്മളവിടെ ആൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ ഒരു റൗണ്ട് ബ്ലോക്ക് ആണെങ്കിൽ പൈപ്പ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പൈപ്പിന്റെ ആ 20 സെന്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ ഷേപ്പിന്, അതായത് പൈപ്പ് നമ്മൾ നല്ല ടൈറ്റ് ആയിരിക്കത്തക്കവണ്ണം തന്നെ നമ്മൾ റൗണ്ട് ബ്ലോക്കും ആക്സായൊക്കെ വെച്ചിട്ട് ഇമാതിരി ഒരു ഗ്രൂവ് നമ്മളവിടെ ഉണ്ടാക്കിയിടും. നല്ല ഫിക്സ് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ റൗണ്ടൊക്കെ ചെയ്ത് റൗണ്ട് ഫയൽ വെച്ചിട്ട് റൗണ്ടൊക്കെ ചെയ്തിട്ട് അതൊരു പ്രത്യേക ജോബായിട്ട് നമുക്ക് പിന്നീട് ഇപ്പോൾ കാണിക്കാം.
അത് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൈപ്പിലേക്ക് ഈ റൗണ്ട് ബ്ലോക്കിനെ നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ റൗണ്ട് ബ്ലോക്കിനെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ആ സ്ക്രൂ ഹോളിലേക്ക് സ്ക്രൂവിനായിട്ട് ചെറുതായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കും. പരിപൂർണമായിട്ടും ഫിക്സ് ചെയ്യില്ല, ചെറുതായിട്ടൊന്ന് മാറ്റി വെക്കുകയുള്ളൂ. ഇനി പോയ വലിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം അതിൻ്റെ ഇളക്കിയെടുത്ത് അതിൻ്റെ കൂടെ ഒരിക്കലും വരും, നല്ല പോയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൗണ്ട് ബ്ലോക്ക് ഫിക്സിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ബോക്സ് നമുക്ക് ചെയ്യണം. സ്വിച്ച് ബോക്സ് ചെയ്യാനായിട്ട് ഈ സ്വിച്ച് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മളൊരു സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ച് ഫിക്സ് ചെയ്ത ബോക്സിലും നമ്മളൊരു ഹോൾ ആൾറെഡി നമ്മൾ ഇട്ട് കഴിഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജോബായിട്ട് നമുക്ക് പിന്നീട് ഒരു തൊട്ടടുത്ത് തന്നെ ഇത് ഒരു വീഡിയോ കാണിക്കാം. അപ്പോൾ ഇതും 20 mm ഡയമീറ്ററുള്ള പൈപ്പിന് സമാനമായ ഒരു ഹോളാണ്. ശരിക്കും ഇതിനകത്തേക്ക് കയറുമ്പോൾ ഗ്യാപ്പൊന്നുമില്ല. നല്ല കൃത്യമായിട്ട് നമ്മൾ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഈ കൃത്യത എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹോളൊക്കെ ഇത് ശരിക്കും ഇതിനൊക്കെ ടൈറ്റ് ഹോളല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ നമ്മൾ ഈ പൊടിയൊക്കെ അകത്ത് കയറും. പിന്നെ അതിനൊക്കെ തന്നെ ബാക്കി പെസ്റ്റിസൈഡ് നമ്മളെ ഉറുമ്പ് പാറ്റ അതിനൊക്കെയുള്ളതൊക്കെ അകത്ത് കയറിയിട്ട് നമ്മൾ ഈ വയറൊക്കെ തിന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വർക്കിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഒരു ഹോള് നമ്മൾ നിർമ്മിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് വേണം നമ്മൾ ഈ ബോക്സ് ഉറപ്പിക്കാനായിട്ട് പൈപ്പ് ഇൻസർട്ട് ചെയ്തതിന് ശേഷം. നമ്മൾ പൈപ്പിന്റെ ഈ ബോക്സിന്റെ സെന്റർ നേരത്തെ മാർക്ക് ചെയ്തു. മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 75 mm ആണെന്ന് പറഞ്ഞു. അപ്പോൾ 75 mm ആണെങ്കിൽ അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് 37.5 mm ആണ് ഇതിന്റെ ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ ബേസ് പോയിന്റ് ചെയ്യത്തക്ക അങ്ങോട്ട് വെച്ചിട്ട് പതുക്കെ കയറ്റി എടുക്കും. ഇങ്ങനെയാണ് ബോക്സ് ഉറപ്പിക്കുന്നത്. അപ്പോൾ മെഷർമെന്റ് അതിന്റെ പൊസിഷൻസും എല്ലാം ഒന്ന് അലൈൻ ചെയ്തതിന് ശേഷം അതിനെ അങ്ങ് ഉറപ്പിച്ചു വയ്ക്കും. അതിനിപ്പോൾ നമുക്ക് നല്ല ടൈറ്റായിട്ട് ഉറപ്പിച്ചു വയ്ക്കാം, കാരണം നമുക്ക് ഉയർന്ന പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്തതായി എഴുതേണ്ട മെറ്റീരിയൽസ് റിക്വയർഡ് അടുത്തതായി എഴുതേണ്ടതാണ് 75 x 50 mm PVC സ്വിച്ച് ബോക്സ്. അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരെണ്ണം. അതും നമ്മൾ അതിനോട് ഉറപ്പിച്ചു. ഇനി ഉറപ്പിക്കാൻ വേണ്ടുന്ന സ്ക്രൂ എന്ന് പറയുന്നത് 6 mm x 30 mm 6 mm ഫേസ് ഉള്ള 30 mm ടൈലുള്ള ഒരു സ്ക്രൂ ആണ്. അങ്ങനത്തെ 2 സ്ക്രൂ വേണം. അത് വെച്ചിട്ട് വേണം അതിനെ ഉറപ്പിക്കാൻ. അപ്പോൾ അടുത്തായി എഴുതേണ്ടത് ഈ സ്ക്രൂവിന്റെ ഡീറ്റെയിൽസ്. അതിനോടൊപ്പം തന്നെ ഒത്തിരി ഇതൊന്ന് മാർക്ക് ചെയ്യണം. ഇതിന്റെ പൊസിഷൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. തിരിച്ചെടുക്കുക. ബോക്സ് ഫിക്സ് ചെയ്ത ജോലി അവസാനിച്ചു. അപ്പോൾ
അപ്പൊ തന്നെ നമുക്ക് ആ വയറിംഗ് കാണുമ്പോൾ വയറിങ്ങിന്റെ ഓൾമോസ്റ്റ് ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഡയമെൻഷൻസ് കറക്റ്റാണ്. ഡയമെൻഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിൻ്റെ ഭംഗി അപ്പിയറൻസ് വളരെ വളരെ ക്ലിയർ ആയിരിക്കും. ഈ ക്ലിപ്പൊക്കെ വെക്കുന്നതും റബ്ബൊക്കെ വെക്കുന്നതൊക്കെ വളരെ നീറ്റായിട്ട് വെക്കും. അപ്പോൾ ക്ലിപ്പിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് ഇതിനകത്തൊരു വയറിടുക എന്നുള്ളതാണ്. അപ്പോൾ വയറിടാൻ വേണ്ടിയിട്ട് കള്ളക്കോട് തന്നെ കിട്ടും. കള്ളക്കോട് തന്നെ കിട്ടും. കള്ളക്കോട് നമ്മൾ ഇപ്പോൾ വീട്ടുകളിലേക്കൊക്കെ വരുന്നത് വയറിങ്ങിലേക്ക്, നമ്മുടെ വീട്ടിലെ വയറിങ്ങിനൊക്കെ മിക്കവാറും ഒക്കെ 3 ഫേസ് വയറിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് വയറിംഗ് സിസ്റ്റമോ ഒക്കെ ആയിരിക്കും. എന്നിരുന്നാലും നമ്മുടെ സാധാരണ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സർക്യൂട്ടിന് വേണ്ടുന്ന ഒരു സിംഗിൾ ഫേസ് സിസ്റ്റമാണ്. സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ ഒരു ഫേസും ഒരു ന്യൂട്രലുമാണ് വരുന്നത്. ന്യൂട്രൽ വരും. അപ്പോൾ അതിൻ്റെ കളർക്കോഡ് എന്ന് പറയുന്നത് ഫേസ് വയറിന് നമ്മൾ റെഡ് കളറാണ് ഉപയോഗിക്കുന്നത്. ന്യൂട്രൽ വയറിന് വേണ്ടിയിട്ട് ബ്ലാക്കും ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ 2 വയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന അലൂമിനിയം വയറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ അതിൽ വീടുകളിലൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ കണ്ടക്ടർ വയറാണ്. ഇപ്പോൾ 1 സ്ക്വയർ എംഎമ്മിൻ്റെ മൾട്ടി സ്റ്റാൻഡ് വയർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. 1 സ്ക്വയർ എംഎമ്മിൻ്റെ മൾട്ടി സ്റ്റാൻഡ് വയർ ആയിരിക്കും നമ്മൾ വീട്ടിൽ സാധാരണ അതിൽ ഉപയോഗിക്കും. ഇവിടെ ഇപ്പോൾ അലൂമിനിയം അവൈലബിൾ ആയതുകൊണ്ട് അതങ്ങ് എടുത്തതേ ഉള്ളൂ. സ്റ്റാൻഡ് ഞാൻ 2 വയർ എടുത്തിട്ടുണ്ട്. ഏതാണ്, ഒരു റെഡ് കളർ എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 mm കണ്ടക്ടറാണ്. 1 mm കണ്ടക്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സാധാരണ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഇമാതിരി ഇരിക്കും. അപ്പോൾ അതിനെ നമ്മളൊരു ടെർമിനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ കുറച്ച് ഇൻസുലേഷൻ റിമൂവ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഡിവൈസ് നമ്മൾ ഉപയോഗിക്കും. ഇതിൻ്റെ പേര് വയർ സ്ട്രിപ്പർ എന്നാണ്. വയർ സ്ട്രിപ്പർ. അപ്പോൾ വയർ സ്ട്രിപ്പർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വിത്ത് ഇൻസുലേറ്റഡ് ഹാൻഡിൽ, ഇൻസുലേഷൻ ഉള്ള ഒരു ഹാൻഡിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ജായുടെ അളവാണ്. അതെന്ന് പറയുന്നത് 100 mm ആണ്. ആ 100 mm ആണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ നമ്മൾ ടൂൾ സ്ട്രിപ്പുകളിൽ എഴുതുക വയർ സ്ട്രിപ്പർ വിത്ത് ഇൻസുലേറ്റഡ് ഹാൻഡിൽ, ഡയമെൻഷൻ എന്ന് പറയുന്നത് 100 mm. ഇത് വെച്ചിട്ട് ഇത് കണക്ക് നമ്മുടെ ഇൻസുലേഷൻ്റെ പുറത്ത് ഏകദേശം 1 cm ബാക്കിലോട്ട്, ഇതിൻ്റെ എഡ്ജിൽ നിന്ന് 1 cm ബാക്കിലോട്ട് ഒരു പൊസിഷൻ നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ ഒരു ചെറിയൊരു പഞ്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് 90 ഡിഗ്രി, ഈ വയറിനെ ഒന്ന് 90 ഡിഗ്രി തിരിക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് പിടിച്ചിരുന്നത്. ആ ഫേസ് ശ്രദ്ധിക്കുമ്പം മനസ്സിലാവും. ഇപ്പോൾ ഇങ്ങനെ പിടിച്ച് ഞാനൊരു ചെറിയ പഞ്ച് കൊടുത്തതിന് ശേഷം ഒരു 90 ഡിഗ്രി ഞാൻ ഈ വയറിനെ ഒന്ന് കറക്കിയതിന് ശേഷം വീണ്ടും ഒരു പഞ്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ നമ്മുടെ സ്ട്രിപ്പറിലൊരു പുള്ള് കൊടുത്താൽ മതി. നമ്മുടെ കണ്ടക്ടർ ഒന്നും ഒരു കുഴപ്പവും വരാതെ, കണ്ടക്ടറിൽ പഞ്ചറൊന്നും വരാതെ നമുക്ക് ഇൻസുലേഷന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസുലേഷൻ റിമൂവറാണ് ഈ സ്ട്രിപ്പർ എന്ന് പറയുന്നത്, വയർ സ്ട്രിപ്പർ എന്ന് പറയുന്ന സാധനം. 2ാമത്തെ വയറിലും ഇതേമാതിരി ചെയ്യും. അല്പം കൂടിപ്പോയി, എക്സസ് വരുന്നതിനെ ഞാൻ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇതിവിടെ ഇങ്ങനെയാണ് നമ്മളൊരു വയറിൻ്റെ ടെർമിനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇതിൽ നമ്മുടെ വീട് വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള വയറുകളായിരുന്നു. കോപ്പർ കണ്ടക്ടേഴ്സ് ആയിരിക്കും നമ്മളിപ്പോൾ സാധാരണ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മൾട്ടി സ്ട്രാൻഡാണ്. മൾട്ടി സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 1 സ്ക്വയർ എമ്മിൽ സാധാരണ ഇതിൽ നമുക്ക് 13 കണ്ടക്ടർ, 13 അല്ലേ, 14 ഒരു സംശയമുണ്ട്. 13 14 എന്നൊരു സംശയമുണ്ട്. ചിലതിൽ 11 ആയിരിക്കും, ചിലതിൽ 13 14 ആയിരിക്കും. അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള, ഇപ്പോൾ അത് സ്റ്റാൻഡിൻ്റെ തിക്നെസ്, അതായത് ഒരു സ്റ്റാൻഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്
0.2 mm ആണെങ്കിൽ 14 കാണും, 0.3 ആണെങ്കിൽ 11 കാണും. അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇതിൻ്റെ ഓവറോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 mm² ആയിരിക്കും. 1 mm² ഏരിയയാണ് പറയുന്നത്. അലൂമിനിയം വേറെ ആയിരുന്നപ്പോൾ നമ്മളിതിൻ്റെ ഡയമീറ്റർ, അതായത് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഡയമീറ്ററാണ് പറഞ്ഞത്. അതാണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലെക്സിബിൾ വയേഴ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ ഈ സ്റ്റാൻഡിനെ എല്ലാം കൂടി വെച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കണക്ഷൻ, ഒരു ടെർമിലേക്ക് ഒരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ വർക്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അലൂമിനിയം വയറാണ് ഉപയോഗിക്കുന്നത്. വയറിനെയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് എടുത്ത കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ ജംഗ്ഷൻ ബോക്സ് വയ്ക്കുന്ന ഒരു ഐഡിയ കൂടെ നമുക്ക് തരാം. ആ ജംഗ്ഷൻ ബോക്സ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഡയമെൻഷൻസിലൊക്കെ കുറച്ച് ചേഞ്ചൊക്കെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ ബോക്സ്. ഇതിൻ്റെ കവർ നമ്മൾ ഇളക്കി മാറ്റി. ഇത് 3-way ജംഗ്ഷൻ ബോക്സ് ആണ്. മറ്റേ ടീക്ക് സമാനമാണ്. ടീയും ജംഗ്ഷൻ ബോക്സും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതാണെങ്കിൽ ഈ ജംഗ്ഷൻ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും, കവർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം ഒരു സിലിണ്ടറോസോ എങ്കിലുമൊക്കെ ഉറപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് വയറൊക്കെ കാണാൻ പറ്റും. പക്ഷേ ടീ ആണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. ടീ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ജംഗ്ഷനെ നമ്മൾ 100% ക്ലോസ്ഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഈ ജംഗ്ഷൻ ബോക്സ് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജംഗ്ഷൻ ബോക്സിനെ ഇവിടെ കൊണ്ട് വെക്കുക. വെച്ചതിന് ശേഷം പഴയതുപോലെ നമ്മൾ പൈപ്പിന്റെ ലെങ്ത് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൈപ്പിന്റെ ലെങ്ത് നമ്മൾ ഈ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെ കയറുന്നു. ഇവിടെ അതാണ് കയറുക, ഇവിടെ അതാണ്. അപ്പോൾ ആ പൊസിഷൻ നമ്മളത് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് പൈപ്പ് മാക്സിമം എത്ര ലെങ്ത് വേണം, ഇതേ ഇത്ര ലെങ്ത് മതി. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ജംഗ്ഷൻ ബോക്സും ടീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഏകദേശം ഒരു 2 സെന്റിമീറ്ററോളം നമുക്ക് പൈപ്പ് കുറഞ്ഞു കിട്ടും. ജംഗ്ഷൻ അത്രയും കയറി തരും. അത് കണക്കിന് അപ്പോൾ ഈ ക്ലിപ്പിന്റെ സൈസും ഒക്കെ ഇങ്ങോട്ട് മാറിയിട്ട് വരും. ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള അതിലെടുത്താൽ മതി ക്ലിപ്പ്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിപ്പ് ഇങ്ങോട്ട് മാറിയിരിക്കും. അതാണ് വ്യത്യാസം. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇതിനകത്ത് വയർ ഇൻസർട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ടീയെ നമ്മളൊന്ന് പൈപ്പുകളെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നൊക്കെ അതിന് നമ്മൾ വയറിനെ പിടിച്ച് നിൽക്കാൻ പറ്റും. ഈ റെഡ് വയർ എപ്പോഴും ഫേസ് വയറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ചിൽ നിന്ന് സപ്ലൈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് വയർ ഞാനിങ്ങനെ സ്വിച്ച് ബോക്സിലേക്ക് ഇൻസർട്ട് ചെയ്തു. സ്വിച്ച് ബോക്സിൽ നിന്ന് നമ്മൾ സപ്ലൈ വരുന്നത് ഇടണം. അപ്പോൾ സപ്ലൈ വരുന്നതിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇങ്ങനെ ടീ കൊണ്ടിട്ടു. ടീ ഇട്ടതിന് ശേഷം ഇട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ കൊണ്ടു. ഇനി ഒരു ന്യൂട്രൽ വയർ മുകളിലോട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു ബ്ലാക്ക് വയറിനെ ഞാൻ ഇൻസർട്ട് ചെയ്തു. നേരെ ടീക്കകത്ത് കൊടുക്കുന്നു. ഇനി ഒരു നമ്മുടെ സ്വിച്ചിൽ നിന്ന് ലാമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബേസ് വയർ ഇടുക. അതിന്റെ ലെങ്ത് ഏകദേശം നമ്മളിങ്ങനെ എടുത്തു. എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മുടെ പൈപ്പിനകത്ത് ഇതുകൊണ്ട് അകത്തേക്ക് ഇൻസർട്ട് ചെയ്തു. എന്നിട്ട് മുകളിലത്തെ റൗണ്ട് ബോക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മുകളിലത്തെ പൈപ്പിലേക്ക് ഇൻസർട്ട് ചെയ്തു. അതിനോടൊപ്പം നമ്മൾ റൗണ്ട് ബോക്സ് വെക്കാതെ മാറ്റാം.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വയർ ഇൻസെർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ബേസ് വയർ വന്നു, നേരെ ബോക്സിനകത്ത് വന്നു. ബോക്സിനകത്ത് നിന്ന് നേരെ ബേസ് വയർ സ്വിച്ച് വഴി നമ്മുടെ ഹോൾഡറിലേക്ക് വരും. ഹോൾഡറിന്റെ ഹോൾഡറിന്റെ സെക്കൻഡിൽ നിന്ന് ഒരു ന്യൂട്രൽ വയർ നേരെ ന്യൂട്രൽ ടെർമിനലിലേക്ക്. അത്രയേ ഉള്ളൂ നമ്മുടെ വയറിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കും. വയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മെറ്റീരിയൽ സ്ക്രിപ്റ്റുകളിൽ എഴുതേണ്ടത് വയറിന്റെ ഡീറ്റെയിൽസ് ആണ്. വയറിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PVC ഇൻസുലേറ്റഡ് അലൂമിനിയം വയർ 1 mm സ്ക്വയർ ഡയമീറ്റർ. 1 mm ഡയമീറ്റർ. PVC ഇൻസുലേറ്റഡ് അലൂമിനിയം വയർ 1 mm ഡയമീറ്റർ. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഇൻസുലേഷന്റെ ഒരു വോൾട്ടേജ് ഗ്രേഡും കൂടിയാണ്. വോൾട്ടേജ് ഗ്രേഡ് ഈ ഇൻസുലേഷന്റെ വോൾട്ടേജ് ഗ്രേഡ് എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഈ ഇൻസുലേഷൻ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജിന്റെ ഒരു അളവാണ് നമ്മളവിടെ പറയുന്നത്. അതെന്ന് പറയുന്നത് 600 വോൾട്ട് മുതൽ 1100 വോൾട്ട് വരെ വിസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഇൻസുലേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് ഗ്രേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലായിടത്തും നമ്മളത് പ്രതിപാദിച്ച് ചെയ്യും. ഒരു വയറിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ കണ്ടക്ടറിൻ്റെ തിക്നെസ്സിനോടൊപ്പം തന്നെ അതേ വെയിറ്റേജ് തന്നെ നമുക്ക് ഈ ഇൻസുലേഷൻ കൊടുക്കണം. അപ്പോൾ ഇൻസുലേഷൻ്റെ വോൾട്ടേജ് ഗ്രേഡ് നമ്മൾ മസ്റ്റായിട്ടും പറഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ ആ മാക്സിമത്തിൻ്റെ ഒരു 1/3 മാത്രമേ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാവുള്ളൂ എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പോൾ നമുക്കൊരു 230 മാക്സിമം കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് ഒരു 600 മുതൽ, അതായത് അതിൻ്റെ ലോവസ്റ്റ് വാല്യൂ വോൾട്ടേജ് ഗ്രേഡിൻ്റെ ലോവസ്റ്റ് വാല്യൂവിൻ്റെ ഒരു 1/3 മാത്രം കണക്ട് ചെയ്യാവൂ. മാക്സിമം പോയാൽ അതിൻ്റെ ഹാഫ് വരെ മാത്രമേ കണക്ട് ചെയ്യാവൂ എന്നാണ് നിയമം. അപ്പോൾ 600/1100 വോൾട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് ഗ്രേഡ്. അപ്പോൾ ഇനി അടുത്തത് ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാന്ന്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കും. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇവിടെ നമ്മൾ 15 സെന്റിമീറ്റർ, ഇതിന്റെ സെന്റർ വരെ 20 സെന്റിമീറ്റർ, ഇതുവരെ 20 സെന്റിമീറ്റർ. അപ്പോൾ ഇതിനകത്ത് കൂടി ഒരു വയർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. എത്ര വേണം? 15 + 20 + 20 40 55 സെന്റിമീറ്റർ. കണ്ണുടച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ 55 സെന്റിമീറ്റർ. പക്ഷെ അതുകൊണ്ട് നമുക്ക് സ്വിച്ചിലേക്ക് ഒന്നും കണക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ഫ്യൂച്ചർ എക്സ്പാൻഷൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചർ റീവർക്കിന് വേണ്ടിയിട്ടോ ഒക്കെ കുറച്ച് നമുക്ക് അഡ്വാൻസ് ചെയ്യേണ്ടി വരും. ഇവിടെ അഡ്വാൻസ് ചെയ്യേണ്ടി വരും, ഇവിടെ അഡ്വാൻസ് ചെയ്യേണ്ടി വരും, ഇവിടെ നമുക്ക് അഡ്വാൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു 10 സെന്റിമീറ്റർ നമുക്ക് എക്സസ് ഇടേണ്ടി വരും. ഇവിടെയും അതേ കണക്ക് തന്നെ ഒരു 10 സെന്റിമീറ്റർ എക്സസ് വേണം. ഇവിടെ നമുക്ക് ഇനി ഫ്യൂസ് കണക്ട് ചെയ്യണം, ന്യൂട്രലും കണക്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു 10 സെന്റിമീറ്റർ എടുക്കും. അപ്പോൾ നമ്മൾ 1 വയറിന്റെ ഡയമെൻഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ലെങ്ത് ആണ് പറഞ്ഞത്. നമ്മൾ 15 + 20 + 20 55 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. 55 ഇവിടെ ഒരു 30 കൂട്ടുക, ഇവിടെ ഒരു 10 കൂട്ടുക, ഇവിടെ ഒരു 10 കൂട്ടുക, ഇവിടെ ഒരു 10 കൂട്ടുക. 55 + 30 എന്ന് പറയുമ്പോൾ എത്ര? 85 സെന്റിമീറ്റർ ഉണ്ട്. ഒരു ഒറ്റ വയർ മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ 2 വയർ നമുക്കിവിടെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി 2 വയർ വേണം. അങ്ങനെ × 2. അപ്പോൾ ഏകദേശം 160 സെന്റിമീറ്റർ വയർ ലെങ്ത് നമുക്കിവിടെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ എക്സസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇതിനകത്ത് ബാക്കി നമ്മൾ സ്വിച്ച് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ അതിനകത്ത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ മൊത്തം വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.6 മീറ്റർ അല്ലെങ്കിൽ 160 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വയർ ത്രോ ചെയ്യുന്ന ജോലിയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ബ്ലോക്കിനെ ഫിക്സ് ചെയ്യാം. റൗണ്ട് ബ്ലോക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൗണ്ട് ബ്ലോക്കിന്റെ വയർ ഹോളുകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കാണുന്നത്. ഈ 2 ഹോളുണ്ടാവും. ഈ 2 ഹോളിൽ കൂടെ വയറിനെ പതുക്കെ ഇങ്ങോട്ട് ഇൻസെർട്ട് ചെയ്യുക. ഇൻസെർട്ട് ചെയ്യുമ്പോൾ എക്സസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സേഫായിട്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ സ്ക്രൂ ഡ്രൈവ് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്യാം.
സ്ക്രൂ ഫിക്സ് ആയി ഉറപ്പുവരുത്താൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ കറങ്ങല്ല, റൗണ്ട് ബ്ലോക്ക് കറങ്ങാതെ നല്ല ഫിക്സ് ആയി തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അക്യൂട്ട് ഫിക്സിംഗ് എന്ന് പറയാൻ പറ്റും. വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇനി നമുക്ക് ഈ സാഡിൽസ് എല്ലാം ശരിക്കും ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ ഡിവൈസുകളെല്ലാം നമ്മൾ ഏകദേശം ഫിക്സ് ചെയ്തു. ഇനി ഇതിന്റെ ബാക്കി ആക്സസറീസ് മാത്രമാണ് ഫിക്സ് ചെയ്യുന്നത്.